ഹലോ നമസ്കാരം. പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ 61ാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ശ്രീജിത്ത് ആണ്. ഇവിടെ അമീറാണ്. തുടങ്ങാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന 61 ദിവസമായി. ഇതിനിടയ്ക്ക് വെച്ചിട്ട് പലപ്പോഴായിട്ട് ഈ പറയുന്ന ലാലേട്ടന്റെ കയ്യിൽ നിന്ന് പോലും ജിൻഡോയ്ക്ക് മണ്ടൻ എന്ന് പറയുന്ന ഒരു പ്രയോഗം പലപ്പോഴും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം കവച്ചു വെക്കുന്ന രീതിയിലാണ് പലപ്പോഴും ജിൻഡോയുടെ കൂർമ്മമായിട്ടുള്ള ബുദ്ധി നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു, മാത്രമല്ല ഓർമ്മശക്തിയുണ്ട്. ഓർമ്മശക്തിയുണ്ട്. എനിക്ക് തോന്നുന്ന കഴിഞ്ഞ ആഴ്ച അഭിഷേക് ജയദീപ് പുറത്താകുന്ന ആ ഒരു ടൈമിൽ, പുറത്തായതിനു ശേഷം നന്ദന ജിൻഡോയ്ക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്. ജിൻഡോ പലപ്പോഴും സായിയെ ഫിസിക്കൽ വീക്ക്നെസിന്റെ പേരിൽ കളിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. പകല് നട്ടലാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പറയുന്നുണ്ട്. അപ്പൊ ഉടനെ തന്നെ ജിൻഡോ അതിനെ മറികടക്കാൻ വേണ്ടി പറയുന്നതെന്ന് വെച്ചാൽ, നന്ദന നീ കൂടുതൽ സംസാരിക്കണ്ട, അഭിഷേക് ജയദീപിനെ ഈ പറയുന്ന നട്ടലില്ലാത്തവനെന്നും നിവർന്നു നിന്ന് കളിയട എന്നും പറഞ്ഞ ആളാണ് താൻ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നന്ദനെ പറയുന്നുണ്ട്. നന്ദന പറഞ്ഞ അതേ കാര്യത്തെ തന്നെ ജിൻഡോ തിരിച്ചടിക്കുന്നുണ്ട്. അതേ സെയിം സംഭവം തന്നെയാണ് ഇന്നും ഉണ്ടായത്. ഈ പറയുന്ന 61ാമത്തെ ദിവസം ഉണ്ടായത്. കാര്യം എന്ന് വെച്ചാല് 61ാമത്തെ ദിവസം ഈ വീക്കിലെ നമ്മുടെ പവർ ടീം പുറപ്പെടുവിപ്പിച്ച ഒരു റൂളായിരുന്നു. അവരാർക്കും നേരിട്ട് ശിക്ഷ കൊടുക്കത്തില്ല, മറിച്ച് ഓരോ ടീമിനും ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരിക്കും. ആ ക്യാപ്റ്റൻ ആയിരിക്കും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അവരുടെ ടീമിനകത്തുള്ള എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പണിഷ്മെന്റ് കൊടുക്കുക. ആ പണിഷ്മെന്റ് വളരെ കുറവാണെങ്കിൽ അതിനെ റിവ്യൂ ചെയ്തുകൊണ്ട് മറ്റെന്തെങ്കിലും ശിക്ഷ മാറ്റി കൊടുക്കണമെന്ന് പവർ ടീം തീരുമാനിക്കും. അങ്ങനെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഇന്ന് രണ്ടുപേര് ഉറങ്ങിയായിരുന്നു, നമ്മുടെ ജാസ്മിനും ശരണ്യയും. ഈ ജാസ്മിൻ ഉറങ്ങിയത് ക്യാമറയെ കാണിച്ചില്ല. ഈ പറയുന്ന എന്താണ് സാധാ എപ്പിസോഡിൽ പട്ടി കുറച്ചില്ല. അതെ, അല്ല, അത് നമ്മുടെ വിഷ്വലി കാണിച്ചില്ലടാ പ്രേക്ഷകനെ. അത് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, കാണിച്ചില്ല. പക്ഷെ അപ്പോ ഈ പറയുന്ന പോലെ അതിനെതിരെ ശിക്ഷ കൊടുക്കുന്നുണ്ട് പവർ ടീം. ശിക്ഷ കൊടുക്കുന്ന വെച്ചാൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ശിക്ഷയാണ്. എല്ലായിടത്തും പോയി ഈ പറയുന്ന ടങ് ട്വിസ്റ്റർ പോലെ ഈ ആന അലറൽ എന്ന് പറയുന്ന തരത്തിലുള്ള സംഭവങ്ങൾ പോയി 10 തവണ പോയി പറയണം. അപ്പൊ ജിൻഡോ പറയുന്നതെന്ന് വെച്ചാല് അത് നിങ്ങൾ ശിക്ഷ വിധിക്കേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ്, ഓരോ ടീമിന്റെ ഉള്ളിലും ഉള്ള ക്യാപ്റ്റന്മാര് വേണം ശിക്ഷ കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നോറ പറയുന്നുണ്ട്, നിങ്ങൾ പലപ്പോഴും മണ്ടത്തരമാണ് പറയുന്നത്, പക്ഷേ ഇപ്പോഴും പറഞ്ഞത് മണ്ടത്തരമാണെന്ന് പറഞ്ഞ് ഞാൻ ലേബൽ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കൂടുതൽ ക്യാമറ സ്പേസ് കിട്ടേണ്ട ആവശ്യമില്ല എന്ന് നോറ പറയുന്നുണ്ട്. അപ്പൊ ആ സമയം അൻസിബ നൈസിന് റൂമിലേക്ക് പോകുന്നുണ്ട്. ബാക്കിയുള്ള പവർ ടീമിലെ അംഗങ്ങളെ ഉൾപ്പെടെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ജിൻഡോ ചേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്. കാര്യം ഓൾറെഡി നമ്മൾ ഇത് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് പുള്ളിക്കാരന് മാത്രമേ ഓർമ്മയുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോ നമുക്ക് ഇവിടെ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാല് ജിൻഡോ മണ്ടനൊന്നുമല്ല. ജിൻഡോ ഈ പറയുന്ന അതിബുദ്ധിമാനാണ്, കാര്യങ്ങൾ ഓർമ്മയുള്ള ആളാണ്, ഏറ്റവും മികച്ച ഗെയിമർ തന്നെയാണെന്നാണ് ഇവിടെ പറയാതെ പറയുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ. ഇന്നത്തെ ഒരു പുള്ളിയുടെ ഒരു ദീർഘവീക്ഷണമെന്നോ അല്ലെങ്കിൽ ഓർമ്മശക്തിയെന്നോ കൂർമ്മബുദ്ധിയെന്നോ എന്നൊക്കെ പറയാൻ പറ്റും ഈ ജിൻഡോയുടെ ഈ ഒരു സംഭവം. അത് എടുത്തു പറയാതെ ആയിരിക്കണം. അപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് മൃഗീയ ഭൂരിപക്ഷത്തില് സപ്പോർട്ടുള്ള ജിൻഡോയ്ക്ക് തന്നെയാണ് നിലവിലെ അവസ്ഥയിൽ 61ാം ദിവസത്തിൽ നിൽക്കുമ്പോൾ. അതെ, ഈ പറയുന്ന ജിൻഡോയുടെ ഈ കാര്യം പറയാതെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് തുടക്കം തന്നെ ഈ ഒരു സംഭവം നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ നമുക്കറിയാം ഈ നമ്മുടെ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോഴത്തെ മെയിൻ വിഷയം. അതിപ്പോ പലയിടത്തായിട്ടും പലരും തപ്പുന്നുണ്ട്, പലരും തപ്പി ക്ഷീണിച്ചുണ്ട്. എന്തായാലും ഇപ്പൊ സാബുമോൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാല് ഈ പറയുന്ന ഡയമണ്ട് ഒരു പാത്രത്തില് വെള്ളവും നിറച്ച് ഫ്രീസറിലാണ് ഇപ്പൊ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ ഈ കാര്യം ശ്വേതയുടെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം നടന്നത് ഒരു മോർണിംഗ് ആക്ടിവിറ്റിയാണ്. മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ഒരു സ്പെഷ്യൽ കോntestന്റെ പ്രകാരം സാരി ഉടുത്ത് നടക്കണം, അതാണ് പരിപാടി. അപ്പൊ അതില് വന്നേക്കുന്ന വെച്ചാൽ ഋഷിയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഋഷി ഈ പറഞ്ഞ പോലെ മുടിയൊക്കെ മുകളിൽ കെട്ടിയിട്ടാണ് വന്നേക്കുന്നത്, മുഖമൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ. സത്യത്തിൽ ആളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഋഷിയുടെ മുഖം നമുക്ക് കാണാൻ പറ്റും. കാര്യം ഋഷിയുടെ മുഖം സത്യത്തിൽ
ആരും ഈ പറയുന്ന ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവിടെയുള്ള കണ്ണാടി കണ്ടസ്റ്റൻസ് പോലും. സ്പെക്സ് വെച്ചിരിക്കുന്നുണ്ട്, അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. അത് മാറ്റിയപ്പോഴത്തേക്ക് അതെ, മാത്രമല്ല, എനിക്ക് സത്യം പറഞ്ഞ ഒരു ട്രാൻസ്ജെൻഡറിന്റെ ഒക്കെ ഒരു ലുക്കാണ് തോന്നിയത്. അപ്പൊ പറയുന്നോണ്ട് പ്രശ്നമുണ്ടോന്ന് അറിയില്ല. പുള്ളി കണ്ടപ്പോ അങ്ങനെ തോന്നി. അതുപോലെ അതായത് അത്രത്തോളം മാറ്റം വന്നു, ഫേസ് തന്നെ മാറിപ്പോയി. അല്ല, മാറിപ്പോയി എന്ന് വെച്ചാല് പഴയ മുഖമല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. എന്താണ്, ഒരു ചെറിയൊരു ശതമാനം ഈ പറയുന്ന ആ, ഒരു മുഖത്തിന്റെ ഒരു ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കി മൊത്തം മുടി വെച്ച് മറഞ്ഞിരിക്കുകയാണല്ലോ പുള്ളിയുടെ. ഓക്കെ, അതായിരുന്നു അത്യാവശ്യം നല്ല പരിപാടിയായിരുന്നു. പുള്ളിക്കാരൻ സാരിയൊക്കെ ചുറ്റിയിട്ട് കുറെ ഡാൻസും ഒക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നീട് ശ്വേതയും നന്ദനയും തമ്മിലുള്ള കുറച്ച് സംസാരമാണ് കണ്ടത്. കാര്യം എന്ന് വെച്ചാല് നന്ദന പറയുന്നുണ്ട്, ഞാനിങ്ങനെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നതുകൊണ്ട് തന്നെ പലർക്കും പുച്ഛമായിരുന്നു, എപ്പോ പോകും എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന് ശ്വേതാ മേനോൻ ശരിക്കും മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, നിങ്ങൾ മികച്ച കണ്ടസ്റ്റന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ശ്വേതാ മേനോൻ തന്റെ ഒരു ലിപ്സ്റ്റിക്ക് നന്ദനയ്ക്ക് ഒരു ഗിഫ്റ്റ് കണക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊരു ഭയങ്കര സന്തോഷമാവുന്നുണ്ട് സത്യത്തിൽ നന്ദനയ്ക്ക്. അതിനുശേഷം ബിഗ് ബോസ് ഒരു മഴ പെയ്ത് തോർന്ന മട്ടായിരുന്നു. കാര്യം മഴ പെയ്യുന്നുണ്ട്. അത് മാത്രമല്ല സംഭവിച്ചത്, ഈ പറയുന്ന ഒരു മീറ്റിംഗ് കൂടി അതിഥികൾ ഇന്ന് പോവുകയാണ്. അപ്പൊ അതിന്റെയും കൂടെ ഒരു സന്തോഷത്തിലായിരിക്കും എന്തായാലും മഴ പെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ട് കണ്ടസ്റ്റന്റ് അല്ല, അതിഥികളും ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്ന കാഴ്ചയാണ് കണ്ടത്. അത്യാവശ്യം വികാര നിർഭയമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരാൾ മാത്രം വികാര നിർഭയനായി അല്ലേ? കണ്ടായിരുന്നാണോ? ജിൻഡോ കാക്ക തന്നെയാണ്. ജിൻഡോ കാക്കയ്ക്ക് ആര് പോയാലും സങ്കടവും ഫ്ലൈയിങ് കിസ് ഒക്കെ ഉണ്ടല്ലോ. സത്യത്തിൽ എനിക്കൊരു നമ്പർ കണക്കാണ് അത് തോന്നിയേട്ടാ. എന്നുവെച്ചാൽ ഗെയിം, പാർട്ട് ഓഫ് ഗെയിം എന്ന് പറയുന്ന കണക്ക് പുള്ളിക്കാരന്റെ ക്യാമറ ഉണ്ടെന്നൊക്കെ അറിഞ്ഞാണല്ലോ നിൽക്കുന്നത് ഗെയിമർ. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാല് നമ്മുടെ സാവുമോൻ പോകുന്നതിന് മുന്നേ പറയുന്നുണ്ട്, ക്ലൂ കൊടുക്കുന്നുണ്ട് എവിടെയാണെന്ന്. ഈ പറയുന്ന രത്ന എവിടെയാണെന്ന് ക്ലൂ കൊടുക്കുന്നതെന്ന് വെച്ചാല് നനവുള്ള ഒരിടത്താണ്, അതുപോലെ തന്നെ വെളിച്ചമില്ലാത്ത ഒരിടത്തമാണെന്ന് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി പലരും തപ്പുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ശരണ്യയും നന്ദനയും ഒക്കെ തപ്പുന്നുണ്ട്. ഇതിന്റെ കൂടെ ആരൊക്കെയോ ചേർന്ന് ഫ്രിഡ്ജ് തപ്പുന്നുണ്ട്. ഫ്രിഡ്ജ് തപ്പുന്ന സമയത്ത് സായിയും തപ്പുന്നുണ്ട്. സായി തപ്പാൻ നേരത്ത് സാധനം കിട്ടി. ഒരു പാത്രത്തിന്റെ ഉള്ളിലാണ് വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്ന ഉള്ളു കാണാൻ പറ്റുന്ന ഒരു പാത്രത്തില്. ആ പാത്രം അതുപോലെ എടുത്ത് പുള്ളിക്കാരനെടുത്ത് പോക്കറ്റിനകത്ത് വയ്ക്കുന്നുണ്ട്. പോക്കറ്റിനകത്ത് വെച്ചതിന് ശേഷം പുള്ളിക്കാരൻ ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട്, ബിഗ് ബോസ് എന്നെ ഒന്ന് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കാവോ, എനിക്ക് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന് ബിഗ് ബോസിന്റെ അടുത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബിഗ് ബോസിന് ചെവിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ബിഗ് ബോസ് കേട്ട് കാണുമല്ലോ. എന്നിട്ട് മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു. മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതിന് ശേഷം പൊതുവിലൊരു അനൗൺസ്മെന്റ് ഉണ്ടാവുകയാണ്. ബിഗ് ബോസ് തന്നെ പറയാണ്, സായി എന്താണ് പറയാനുള്ളത്? അപ്പൊ സായി പറയുന്നു, ബിഗ് ബോസ് എനിക്ക് മറ്റേ ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബിഗ് ബോസ് പറയാണ്, ഇതാണോ സീക്രട്ട്? ഇതിനെപ്പറ്റി ഇപ്പോൾ ചോദിച്ചോ കുഞ്ഞിരാമ? ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസിന് എല്ലാ പുല്ലും അറിയാലോ. ഇവിടെ അത് പൊതുവേദിയിൽ അവനെ കൊണ്ട് തന്നെ പറയിക്കാനുള്ളത് കളിയായിരുന്നത്. അതെ, എന്ന് വെച്ചാൽ എന്നാ മാത്രമേ ഗെയിം നടക്കൂളല്ലേ. കൺഫെഷൻ റൂം വെച്ച് പറഞ്ഞാൽ ആരും കേൾക്കൂല. അതെ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഇനി വീണ്ടും ഗെയിം വരും. അതായത് ഇവന്റെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ പിന്നെ എന്തിരിക്കുന്നു, ഒന്നുമില്ല. അതെ അതെ. ഇപ്പൊ ഇനി ഇവിടുന്ന് മോഷ്ടിക്കാനല്ല ശ്രമിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബിഗ് ബോസ് അങ്ങനെ ചെയ്തത്. അതെ, വീണ്ടും ഗെയിം നടത്താൻ വേണ്ടി. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇനിയും മറ്റുള്ളവർക്ക് ഈ ഒരു രത്നത്തെ, ഈ ഡയമണ്ടിനെ കൈക്കലാക്കാനുള്ള അവസരങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നീട് നടന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന നോമിനേഷനാണ്, ക്യാപ്റ്റൻസിക്ക് വേണ്ടിയുള്ള നോമിനേഷനാണ്. അതിൽ 3 പേരാണ് വന്നിട്ടുള്ളത്, ശ്രീരേഖ, നന്ദന, ശരണ്യ. നന്ദനെ അറിയാം, നന്ദന ഒരുപാട് നാളുകൊണ്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പവർ ടീമിൽ കയറിയായിരുന്നാടാ നന്ദന? സായിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ശരിയാണ്, കയറി. ക്യാപ്റ്റൻ ആവാൻ വേണ്ടി ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് പുള്ളിക്കാരി. എന്തായാലും പുള്ളിക്കാരി അതില് ആഗ്രഹം പോലെ ഒരു നോമിനേഷൻ ഫ്രീ ആവുകയും ചെയ്യുമല്ലോ. അതെ, ആഗ്രഹം പോലെ തന്നെ പുള്ളിക്കാരി തന്നെയാണ് ഈ പറയുന്ന ആ ഒരു ക്യാപ്റ്റൻസി എന്നുള്ള എനിക്ക് നല്ല സംശയമുണ്ട്. കാര്യം അവിടെയുള്ള എല്ലാവരോടും ലൈസൻസ് ഇല്ലാതെ മറ്റേ എന്താ പറയാ സംസാരം, താറടിച്ച് കാണിച്ചിട്ടുള്ള സംസാരം, സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാത്ത സംസാരമൊക്കെയാണ്. അപ്പൊ ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എങ്ങനെ
ക്യാപ്റ്റൻസി ഹാൻഡിൽ ചെയ്യുന്നുള്ളത് ഇനി കണ്ടറിയാം എന്തായാലും. എന്തായാലും ക്യാപ്റ്റൻസി ടാസ്ക് അത്യാവശ്യം ഹെവി ആയിരുന്നു അല്ലേ? ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു. നല്ല ബുദ്ധിമുട്ടുള്ളതാണ്. അതായത് 4 കട്ടയുണ്ട്. അപ്പം ഈ കട്ടയിലൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. അതെ, രണ്ട് കട്ട മുന്നിലേക്ക് വെച്ച് മറ്റേ അതിൽ കാല് വെച്ച് അടുത്ത ഫ്രണ്ടിൽ ഇരിക്കുന്ന 2 കട്ടയിലേക്ക് വീണ്ടും കാല് വെച്ച് അങ്ങനെ എടുത്തും വെച്ചും പോകണം. നടുവൊക്കെ സത്യം പറഞ്ഞാൽ നല്ല വെള്ളമാവും. അമ്മാതിരി ടാസ്ക് ആയിരുന്നു. അതിനിടയ്ക്ക് വെച്ചിട്ടൊരു വന്നായിരുന്നു അല്ലെ? ശ്രീരേഖയും ശരണ്യയും എഴുന്നേറ്റായിരുന്നു. ഇങ്ങനെ കുത്തിയിരുന്ന് വേണം പോകേണ്ടിയിരുന്നത്. പക്ഷെ ഇതിനിടയ്ക്ക് വെച്ചിട്ട് ശ്രീരേഖയും ശരണ്യയും എഴുന്നേറ്റത് കൊണ്ട് തന്നെ നമ്മുടെ ഋഷി ഇത് ഫൗളാണ്, ഒന്നും കൂടെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് സത്യത്തില് നന്ദനയ്ക്കൊരു പ്ലസ് പോയിന്റ് ആയത്. അത് മാത്രമല്ല, നന്ദന തളരാതെ ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു കുറവുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ആയെന്ന് തോന്നുന്നു. ശരിയാണ്. ഓക്കെ, പിന്നീട് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നന്ദനെ 10ാമത്തെ വീക്കിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നന്ദനെ ആയി കഴിഞ്ഞിരിക്കുന്നു അല്ലേ? അതെ. അടുത്ത ആഴ്ച ഇനി നന്ദന ഭരിക്കും. ഇനി എന്താണെന്ന് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. പിന്നീട് നടന്നത് ഈ പറയുന്ന ജയിൽ നോമിനേഷൻ ആണ്. ജയിൽ നോമിനേഷൻ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ടാസ്കുകളിലെ മോശം പ്രവർത്തനം, ഇതിനെതിരെ ഇത്തരത്തിൽ നിൽക്കുന്ന കണ്ടസ്റ്റന്റിനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. പക്ഷെ അതിനൊരു യോജിപ്പല്ലാത്ത രീതിയിലുള്ളൊരു ഇതാണ് നടന്നത്. കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ജാസ്മിനെയാണ് തെരഞ്ഞെടുത്തത്. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ജാസ്മിനാണ്. പ്രധാനപ്പെട്ട 2 കാരണമാണ് പറയുന്നത്. ഒന്ന്, ഗ്യാസിന്റെ പ്രശ്നമുണ്ടല്ലോ, ഗ്യാസ് ഓഫ് ആക്കിയതിനും അതുപോലെ തന്നെ ഗസ്റ്റിന്റെ മുന്നിൽ വെച്ച് ഊള എന്ന് വിളിച്ചതിനുമാണ് സത്യത്തിൽ ഇത് കൊടുക്കുന്നത്. അത് എന്ത് തോന്നിയടാ? അതൊരു ഫെയർ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ അത് ഫെയർ അൺഫെയറിന്റെ കാര്യം ഞാൻ പറയുന്നത് വെച്ചാൽ ഇവരുടെ കോൺസെപ്റ്റിൽ അത് ഫെയർ ആയിരിക്കാം, അതായത് പവർ ടീമിന്റെ കോൺസെപ്റ്റിൽ. പക്ഷെ ഈ ഗ്യാസിന്റെ കാര്യം അവിടെ പറഞ്ഞത് ശരിക്കും ജാസ്മിന് ഗുണമായിട്ടേ വരത്തുള്ളൂ. കാര്യം അവിടെ ജാസ്മിൻ ഗ്യാസ് ഓഫ് ചെയ്തതിന്റെ പേരിൽ റസ്മിനും അവൾ അടിക്കുന്നുണ്ട്, കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം എന്തോ ഈ ഒരു ചെയ്തതിന്റെ പേരിൽ എന്തോ ചെറിയ ശിക്ഷയും കൊടുക്കുന്നുണ്ട്. പുറത്താക്കിയെന്ന് തോന്നുന്നു. ആ ടാസ്കിൽ നിന്ന് എന്തോ ഒരു പണിഷ്മെന്റ് പുറത്താക്കിയെന്ന് തോന്നുന്നു. അപ്പം അത്രയും പണിഷ്മെന്റ് കൂടാതെ വീണ്ടും കൊടുത്ത പോലെ ആയി. അല്ലെങ്കിൽ ഇവർ ഈ കാര്യം പറയരുതായിരുന്നു. ഊള എന്ന് വിളിച്ചത് മാത്രം പറയണമായിരുന്നു. പക്ഷെ ഊള എന്ന് വിളിച്ചതിൽ ഒരു കാര്യമുണ്ട്. ജാസ്മിൻ അല്ല സത്യത്തില് പവർ ടീമിലുള്ള ആൾക്കാരെ വിളിച്ചത്. നമുക്ക് പറയാൻ പറ്റുമല്ലോ, അത് പവർ ടീമിനെ അല്ല വിളിച്ചത്, ഓണേഴ്സിനെയാണ് വിളിച്ചത്. അതും ഈ ജാസ്മിൻ അല്ല വിളിച്ചത്. ജാസ്മിൻ എന്ന് പറയുന്ന റോബോട്ടാണ് വിളിച്ചത്. എനിക്ക് മനസ്സിലായി. അപ്പൊ അത് വേണമെങ്കിൽ അവർക്ക് പറയാലോ, എന്തെങ്കിലും പ്രോഗ്രാമിംഗിൽ എററാണ്, നിങ്ങളുടെ പ്രശ്നമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതുകൊണ്ട് ടാസ്കിന്റെ ഇടയിലാണ്ട് അവിടെയും ജാസ്മിന് അഡ്വാൻറ്റേജ് ആയിട്ടേ വരുള്ളൂ. അപ്പം പവർ ടീം കാണിച്ചത് ശരിക്കും മണ്ടത്തരായിപ്പോയി. ജാസ്മിന് നേട്ടമായിട്ടേ അത് വരത്തുള്ളൂ പുറത്ത്. അത് പറഞ്ഞിട്ട് ജാസ്മിന്റെ PR വർക്കേഴ്സിനൊക്കെ ഇഷ്ടംപോലെ ഇടാനുള്ള സാധനമായി. ടാർഗറ്റ് ചെയ്യുന്ന പവർ ടീമിനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറയാം. കുറെ ഡീഗ്രേഡ് ചെയ്യാനും പറ്റും ആ ഒരു അവസരത്തിൽ. അപ്പം ജാസ്മിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തതിൽ ജാസ്മിന് നല്ല അമർഷമുണ്ട്, എനിക്ക് പനിയുണ്ടെന്നൊക്കെ പിന്നീട് പറയുന്നുണ്ട്. സത്യത്തിൽ പലർക്കും അതിനൊരു താല്പര്യം ഇല്ലായിരുന്നു. എനിക്ക് അഭിഷേകിന്റെ അൻസിബയുടെയും താല്പര്യം ബാക്കിയുള്ളവരും കൂടെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നതായിരുന്നു. സത്യത്തിൽ അൻസിബ ഉൾപ്പെടെ സത്യത്തിൽ എല്ലാരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് ജാസ്മിൻ മാത്രമായിരുന്നു എന്നതാണ് ഇവര് തന്നെ പറഞ്ഞത്. കാര്യം അത്രയും ടഫായിട്ടുള്ളൊരു നോമിനേഷൻ ആണ് നടന്നത് എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. ജയിലിലെ നോമിനേഷൻ ഡയറക്റ്റ് ഇവര് ജാസ്മിനെ എടുത്തപ്പോൾ ബാക്കിയുള്ള എല്ലാവരും ചേർന്ന് ഋഷിയാണ് തെരഞ്ഞെടുത്തത്. ഋഷി തെരഞ്ഞെടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പവർ ടീമിന്റെ പപ്പറ്റ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതെ, നിഴലായിട്ട് നിന്നു, സ്വന്തം അഭിപ്രായമില്ല, കളിപ്പാട്ടമായിരുന്നു എന്നൊക്കെ തീരുമാനം എടുക്കാൻ സാധിക്കാത്തൊരു കിഴങ്ങേശ്വരനായി പോയി എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. പിന്നീട് ഈ പറഞ്ഞ ജാസ്മിൻ റൂമിൽ പോയി പല രീതിയിലും സംസാരിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാല് എനിക്ക് എന്നെ പിടിച്ചു തള്ളി, എന്നെ കയ്യേറ്റം ചെയ്തു, എന്നെ അടിച്ചു, അതൊക്കെ ചെയ്തിട്ടും ഞാൻ തന്നെയാണ് ജയിലിൽ പോകാൻ നിൽക്കുന്നത്. അപ്പൊ അപ്സര സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, അതിഥികൾ ഈ പറഞ്ഞ ശ്വേതയും നമ്മുടെ സാബുമോനും എടുത്തു പറഞ്ഞ കുറച്ച് പേരുകൾ അപ്സര, ജാസ്മിൻ, ശ്രീരേഖ എന്നിവരാണ്. പക്ഷെ എന്നിട്ടും ജാസ്മിൻ ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നു. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പൊ അപ്സര പറയുന്നുണ്ട്, നോറയുടെ അടുത്ത് പറയാണേ, വളരെ അൺഫെയർ ആയി പോയി എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതെന്ന് വെച്ചാല് ഇത് ഞാൻ പറഞ്ഞ വലിയ തെറി എന്താണ് എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പോൾ നോറയ്ക്ക് ശരിക്കും ഇമോഷണൽ ആയിട്ട് നോറ ഓൾറെഡി
ആ ഒരു പവർ ടീമിൽ നിന്നിട്ട് ജാസ്മിന്റെ പേര് പറയുന്നില്ല. സത്യത്തിൽ നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ പറ്റും. അപ്പൊ നോറ വന്നിട്ട് അതിന്റെ പേരിൽ സോറി പറയുന്നുണ്ട്. കാര്യം തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണല്ലോ നടത്തിയത്, ജാസ്മിനെ ജയിലിലേക്ക് വിടാൻ നോമിനേറ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ വന്നിട്ട് ജാസ്മിന്റെ അടുത്ത് സോറി പറയുന്നുണ്ട് പുള്ളിക്കാരി. അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്, പക്ഷെ നടന്നു. അങ്ങനെ സോറി പറയുന്നു. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പുറത്തേക്ക് പോകുന്നു. താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നീട് ഇതിന്റെ ഭാഗമായിട്ട് നോറ കരയുന്നുണ്ട്. പിന്നീട് നോറയും റസ്മിനും തമ്മിലുള്ള കുറച്ച് സംസാരമാണുള്ള ഉണ്ടായത്. കാര്യം എന്ന് വെച്ചാല് നോറ പറയുന്നതെന്ന് വെച്ചാൽ ജാസ്മിൻ ചെയ്തതിന് ഓൾറെഡി അവിടെ ശിക്ഷ കിട്ടിയതാണ്, പിന്നീട് എന്തിനാണ് വീണ്ടും അവളെ ജയിൽ നോമിനേറ്റ് ചെയ്തതെന്നുള്ള രീതിയിൽ റസ്മിന്റെ അടുത്ത് തിരക്കുന്നുണ്ട്. അപ്പൊ റസ്മിനും പറയുന്നത് അങ്ങനെ തന്നെയാണ്, നമ്മൾ ചെയ്തത് മോശമായി പോയി എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത്. പിന്നീട് ഒരു മീറ്റിംഗ് ആണ് നടന്നത്. മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്പോൺസേഡ് ടാസ്ക്, ഡൊമെക്സ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ ഒരു സ്പോൺസേഡ് ടാസ്ക് ആണ്. വെള്ളം ചീറ്റുന്ന എല്ലാ തവണയുള്ള ഒരു കമ്പനിയുടെ പരസ്യം ഉണ്ടാവുമല്ലോ. അതെ, 2 ടീമായിട്ട് തിരിഞ്ഞുകൊണ്ടുള്ള വെള്ളം ചീറ്റൽ മത്സരമാണ്. അതിൽ ജയിച്ചത് ഒരു സൈഡിൽ കീടാണോ മറ്റേ സൈഡിൽ അത് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർ. അതുപോലെ തന്നെയാണ് ഇതിലും വന്നത്. അതെ, ജയിച്ചത് അർജുൻ, നന്ദന, ജാസ്മിൻ, ഋഷി, റസ്മിൻ, നോറ എന്നിവരടങ്ങുന്ന ടീമാണ്. പിന്നീട് ഈ പറയുന്ന സായിക്ക് നമ്മുടെ കല്ല് കിട്ടിയല്ലോ, എന്താണ് നമ്മുടെ ഡയമണ്ട് കിട്ടിയല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ജാസ്മിൻ സായിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന്. അപ്പൊ സായി കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നില്ല. സായി പറയുന്നത് വെച്ചാൽ ഇത് ബാത്റൂമിൽ നിന്നാണ് കിട്ടിയത്, നനവുള്ള ഏരിയ ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന ശരണ്യ ഉറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ പട്ടി കുരയ്ക്കുന്നതായിട്ടും ഈ പറയുന്ന ശിക്ഷ കൊടുക്കുന്നതായിട്ടും അതിന്റെ ഭാഗമായിട്ട് ജിൻഡോ സംസാരിക്കുന്നതായിട്ടും ജിൻഡോയുടെ ബുദ്ധിയെ പറ്റി അൻസിബ പറയുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഓടിച്ച് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കം നമ്മൾ ഇതിനെ പറ്റിയാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് അത് നമ്മൾ ഓടിച്ച് പറഞ്ഞത്. പിന്നീട് ജാസ്മിൻ ഗബ്രിയുടെ കുപ്പി കാണുന്നില്ല എന്ന മട്ടില് ഋഷിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഋഷി പറയുന്നുണ്ട് ജാസ്മിനെ കുപ്പി വേണോ, വേറെ കുപ്പി വേണോ, വേണമെങ്കിൽ നമുക്ക് ബിഗ് ബോസിന്റെ അടുത്ത് ചോദിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ പറയുന്നത് വെച്ചാല് നീ ഒന്നും കൂടുതൽ കളിയാക്കണ്ട, നിനക്കും ഇതേ ഗതി വരാനിരിക്കുന്നേ ഉള്ളു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഋഷിയുടെ ബെസ്റ്റിയാണ് അൻസിബയോ ഋഷിയോ പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയാണെങ്കിൽ, ബിഗ് ബോസ് പ്രോഗ്രാമിൽ നിന്ന് പോവുകയാണെങ്കിൽ നിങ്ങളും ഇതേ കണക്ക് കിടന്ന് വിഷമിക്കൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതേ കാര്യം ഋഷി ചെന്ന് അൻസിബ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അൻസിബ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ടല്ല ഇങ്ങനെ കമ്പനി ഫ്രണ്ട്ഷിപ്പ് ആക്കി എടുത്തത്, നമ്മൾ ഏകദേശം 1.5 മാസം കട്ടിലിരുന്ന് ആണ് ഈ ഒരു ബന്ധത്തെ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ള സെൽഫ് ട്രോളാണ് അടിക്കുന്നത്. കട്ടിൽ സ്റ്റാർ ആയി എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരിയും. നമ്മുടെ ഋഷിയും കട്ടിലിന്റെ പുറത്തിരുന്നായിരുന്നല്ലോ. അതെ, 1.5 മാസം അതായിരുന്നു. ഓക്കെ, പിന്നീട് ജയിലിലേക്ക് പോകുന്ന ഈ പറയുന്ന ജാസ്മിനെയും അതുപോലെ തന്നെ ഋഷിയെയാണ് കണ്ടത്. എനിക്കൊരു സംശയമുണ്ട്, അത് നമുക്ക് അവസാനം ചോദിക്കാം. ഓക്കെ, കുടിക്കാൻ കഞ്ഞിയൊക്കെ ബിഗ് ബോസ് ഏർപ്പാട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന ജയിലിലുള്ള പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഓരോരുത്തരെയും വിളിച്ചു വരുത്തി അവരുടെ പടം വരയ്ക്കുന്ന പരിപാടിയാണുള്ളത്. പടം വരയ്ക്കുന്ന മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. പടം വരയ്ക്കുന്ന സമയത്ത് ജാസ്മിനും ഋഷിയും പറയുന്ന പോസിൽ തന്നെ നിൽക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ തലകുത്തി മറിഞ്ഞ് നിൽക്കുകയോ വേണം. അപ്പൊ അത്തരത്തിൽ പടം വരയ്ക്കുകയാണ് വേണ്ടത്. മാത്രമല്ല അവരെ പറ്റി ഇപ്പൊ സിജോനെ പറ്റിയാണ് പടം വരയ്ക്കുന്നതെങ്കിൽ സിജോന്റെ അടിയിൽ സിജോനെ പറ്റി എഴുതാൻ പറ്റുന്ന ഒരു ചെറിയൊരു അടിക്കുറിപ്പും എഴുതി വെക്കണം, ആ ഒരു ഇതിൽ തന്നെ വരയ്ക്കുന്ന പേപ്പറിൽ തന്നെ. അതായിരുന്നു ജയിലിലെ അവർക്കുള്ള ടാസ്ക്. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശ്രീതുവും അർജുനും തമ്മിലുള്ള കുറച്ച് സംഭാഷണങ്ങളാണ്. അർജുൻ ചോദിക്കുന്നുണ്ട് ഇവിടെ നിന്ന് പോയാൽ വിഷമമാകുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രീതു പറയുന്നതെന്ന് വെച്ചാൽ പവർ ടീമിൽ കയറാൻ ആഗ്രഹമുണ്ട്. അപ്പോ അർജുൻ പറയുന്നുണ്ട് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള രീതി ഇങ്ങനെ കുത്തി ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രീതു പറയുന്നുണ്ട് സത്യസന്ധമായി തന്നെയാണ് ഞാനിത് പറഞ്ഞത് എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പൊ അർജുൻ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ആ ഒരു സംഭാഷണത്തെ അവസാനിപ്പിക്കുന്നു. അവന്റെ പേര് പറയുമെന്നാണ് വിചാരിച്ചത്, നീ ഉള്ളോണ്ട് ഞാൻ നിന്നെ മിസ് ചെയ്യും എന്നൊക്കെയാണ് പറയുമെന്ന് വിചാരിച്ചു. പക്ഷെ അവനെക്കാളും അവനും പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പാളാണ് ശ്രീതു, അതുകൊണ്ട് ഒന്നും വിട്ട് പറയുന്നില്ല. അതെ, പിന്നീട് കണ്ടത് ഒരു അതിമോഹത്തെയാണ് കണ്ടത്. അതിമോഹമാണോ അതെ ഗെയിമിന്റെ ഒരു സ്പിരിറ്റ് ആയിരിക്കും എന്ന് തന്നെ പറയാം. കാര്യം എന്ന് വെച്ചാൽ രാത്രി സായി ഉറങ്ങുന്ന സമയത്ത് നന്ദന നൈസിന് പോയി മറ്റേ ഡയമണ്ട് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഓൾറെഡി ഇപ്പോൾ സേഫ് ആണ് നന്ദന, പിന്നീട് എന്തിനാണ് വീണ്ടും ഈ പറയുന്ന ഡയമണ്ട് മോഷ്ടിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഗെയിമിന്റെ ഭാഗമായിരിക്കും അല്ലേ.
അത് ഗെയിമിന്റെ വേറെ ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ. അത് സത്യം പറഞ്ഞാല് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ശരിയാണ് ശരിയാണ്. അതെ. വെറുതെ ഒരു സൈഡിൽ മാറിയിരിക്കാൻ വേണ്ടിയല്ല. ഇപ്പം നമ്മളതൊന്നും എത്ര ഇതായിട്ട് എടുക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. പിന്നീടുള്ള ഒരു സംശയം എന്ന് വെച്ചാലടാ, ഈ ജയിൽ നോമിനേഷനിൽ എങ്ങനെയാണ് ഈ പറയുന്ന ക്യാപ്റ്റനെ തെരഞ്ഞെടുത്തത്? അത് ഞാൻ സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. ഇത്ര 9 ആഴ്ച കഴിഞ്ഞു. അപ്പോ കഴിഞ്ഞ ഇത്രയും ആഴ്ചകളിലോ കഴിഞ്ഞ സീസണിൽ പോലും ഞാൻ കണ്ടിട്ടില്ല നിലവിലെ ക്യാപ്റ്റൻ ജയിലിലോട്ട് പോകുന്നത്. അതായത് ഇപ്പൊ ഡ്യൂട്ടിക്ക് അവരെ നിയന്ത്രിക്കാൻ ക്യാപ്റ്റൻ ഇല്ല. അപ്പൊ നിലവിലെ ക്യാപ്റ്റൻ എങ്ങനെ ജയിലിലേക്ക് വന്നു, അവനെ നോമിനേറ്റ് ചെയ്യാനൊക്കെ എങ്ങനെ പറ്റി എന്നുള്ളത് അത് ഇപ്പൊ ഈ ആഴ്ച ഒരു പക്ഷെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടാവാം. ഈ എന്താണ് ക്യാപ്റ്റന്, അതായത് പവർ ടീമിനെ ഒഴിച്ച് ബാക്കിയുള്ളവരെ നോമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അതൊരു ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം ആ ആഴ്ച ഹൗസിനെ നിയന്ത്രിക്കേണ്ട ആളാണ് ക്യാപ്റ്റൻ. അപ്പൊ ഹൗസിന് ആ നാഥനില്ല കളരിയായി പോകത്തില്ലേ? അപ്പൊ ഋഷിയെ നോമിനേറ്റ് ചെയ്യാൻ അനുവദിച്ചതിനോട് എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ തിങ്കളാഴ്ച നടത്തണമായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് വരണം. ഇപ്പൊ എല്ലാ തവണയും വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അതിന് മാറ്റം വരുന്നില്ല. എന്തുകൊണ്ടോ നിലവിലെ ക്യാപ്റ്റനെ ജയിലിലിടുന്നു. നിലവിലെ ക്യാപ്റ്റനെ ജയിലിലിടുന്നത് ഇനി നിയുക്ത ക്യാപ്റ്റനാണ്. അതായത് പ്രധാനമന്ത്രി ആയിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്ന ആള് നിലവിലെ പ്രധാനമന്ത്രി ജയിലിലേക്ക് ഇട്ട പോലെയൊക്കെ ആയിപ്പോ. എന്തോ ഒരു അതായത് ക്യാപ്റ്റൻസി കൈമാറുന്നത് തന്നെ തിങ്കളാഴ്ചയാണോ? അതെ അതെ ശരിയാണ്. അപ്പൊ കൈമാറുന്നതിന് മുമ്പ് തന്നെ നന്ദനെ ഇനി ക്യാപ്റ്റനായിട്ട് ചാർജ് എടുപ്പിച്ചോന്നും എനിക്കറിയില്ല. എന്തായാലും ഈ പറഞ്ഞ ഈ ദിവസത്തെ നടന്ന 61ാമത്തെ ദിവസം നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. സോ എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞൊക്കെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ ബൈ.